അതെന്താണ് എക്സാക്ട്ലി എന്നുള്ളത് ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ? നമ്മൾ ആക്ച്വലി ഇപ്പം കൊടുക്കുന്ന സപ്പോർട്ട് യൂറോപ്പിലേക്ക് PhD ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സർവീസാണ്. നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹീ ഗോട്ട് ഓൾമോസ്റ്റ് സംവെയർ അറൌണ്ട് 25 ഇൻ്റർവ്യൂ കോൾസ്. ആ ഒരു അപ്രോച്ചാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. റൈറ്റ് നൗ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ജർമ്മനിയിൽ മാത്രമല്ല പല യൂറോപ്യൻ കൺട്രീസിലും ദേ ആർ ഡൂയിങ് ദ PhD പ്രോസസ് ആക്ച്വലി. റീസെൻ്റ്ലി എൻമൈൻസ് PhD അഡ്വൈസറി പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതെന്താണ് എക്സാക്ട്ലി എന്നുള്ളത് ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ? നമ്മൾ ആക്ച്വലി ഇപ്പം കൊടുക്കുന്ന സപ്പോർട്ട് യൂറോപ്പിലേക്ക് PhD ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് സർവീസാണ് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ബീൻ വിത്ത് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മാസ്റ്റേഴ്സ് ഒരു 2021 തൊട്ടിട്ട് തന്നെ വി ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ വഴി തന്നെ ജർമ്മനിയിലെത്തിയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. പല ആൾക്കാരും ജോലിയിലേക്ക് നോക്കി. പല ആൾക്കാരും ആക്ച്വലി ദേ ആർ ഡൂയിങ് ദെയർ PhD ഇൻ ജർമ്മനിയിൽ മാത്രമല്ല പല യൂറോപ്യൻ കൺട്രീസിലും ദേ ആർ ഡൂയിങ് ദ PhD പ്രോസസ് ആക്ച്വലി. അപ്പം വി ഹാവ് ബീൻ ഇൻ കണ്ടിന്യൂസ് ടച്ച് വിത്ത് ഓൾമോസ്റ്റ് ഓൾ അവർ സ്റ്റുഡൻസ്. സോ ഇവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയൊരു ഇൻസൈറ്റ്സ് വെച്ചിട്ട് ലൈക്ക് മോസ്റ്റ് ഓഫ് അവർ സ്റ്റുഡൻസ് ഇപ്പോൾ PhDക്ക് ആപ്ലിക്കേഷൻ്റെ സമയത്താണെങ്കിൽ പോലും പല ആൾക്കാരും ഡയറക്റ്റ്ലി നമ്മളോട് കോൺടാക്ട് ചെയ്യാറുണ്ട്, ലൈക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. സോ അറ്റ് എ പോയിന്റ് ലൈക്ക് കുറേ സ്റ്റുഡൻസിന് നമുക്ക് ഇങ്ങനെ വി കുഡ് ഹെൽപ്പ് മോസ്റ്റ് ഓഫ് അവർ സ്റ്റുഡൻസ് ടു ഗെറ്റ് ഇൻ ടു PhD പ്രോഗ്രാംസ്. ആൻഡ് ഒരു കണ്ടിന്യൂസ് ടോക്ക് എപ്പോഴും സ്റ്റുഡൻ്റായിട്ട് നടക്കാറുണ്ട്, ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് എന്നുള്ള രീതിയിലേക്ക്. സോ ഒരു പോയിന്റിൽ എത്തിയ സമയത്തേക്ക് സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. എല്ലാവരും ക്ലോസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണല്ലോ, അവർ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് വൈ കാൺ വി ഹെൽപ്പ് അതേഴ്സ് ഔട്ട്, റൈറ്റ്. ഒരു PhD സപ്പോർട്ട് സർവീസ് എന്നുള്ള രീതിയിലേക്ക് വൈ കാൺ വി ഹെൽപ്പ് ഔട്ട് എന്നുള്ള രീതിയിലേക്ക് ചോദിച്ചത്. ദാറ്റ്സ് ഹൗ ദിസ് പ്രോഗ്രാം കെയിം ഇൻ ടു ബീയിങ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് ലൈക്ക് നമ്മളുടെ ടീമും ആൻഡ് ഓൾസോ PhD ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പല യൂറോപ്യൻ കൺട്രീസിലേക്ക് PhD ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, റൈറ്റ്. ബിക്കോസ് ദേ ഹാവ് ക്രാക്ഡ് ഇറ്റ്, റൈറ്റ്. നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹീ ഗോട്ട് ഓൾമോസ്റ്റ് സംവെയർ അറൌണ്ട് 25 ഇൻ്റർവ്യൂ കോൾസ്. യൂറോപ്പിൽ തന്നെയുള്ള പല മേജർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനും ഹി ഗോട്ട് ഓൾമോസ്റ്റ് 25 ഇൻ്റർവ്യൂ കോൾസ്, റൈറ്റ്. അത് ഇവിടെയുള്ള ഇപ്പോൾ PhDക്ക് വേണ്ടിയിട്ട് ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇവിടുന്ന് കേൾക്കുന്ന സമയത്തേക്ക് അവർക്കിതൊരു വണ്ടറാണ് എങ്ങനെ ഇയാൾക്ക് ഇത്ര ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ബട്ട് ഐ വിൽ സേ ഇറ്റ് വാസ് ലൈക്ക് ദ റൈറ്റ് സ്ട്രാറ്റജി, റൈറ്റ് അപ്രോച്ച്, റൈറ്റ്. ആ ഒരു അപ്രോച്ചാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. റൈറ്റ് നൗ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ബിക്കോസ് ആർ എക്സ്പെർട്ടൈസ് ലൈസ് ഇൻ ദാറ്റ് ഏരിയ ആസ് ഓഫ് നൗ, റൈറ്റ്. അപ്പോൾ നമ്മളിതിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സപ്പോർട്ട് സർവീസസ്. അതായത് പല പാരൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഒരു ആഡൊക്കെ കണ്ടിട്ട് സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ പാരൻ്റ് വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണ് PhD എടുത്തു തരിക എന്നുള്ളതാണ്. നോ, PhD നമുക്ക് ഒരിക്കലും മാസ്റ്റേഴ്സ് ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇതൊരു സ്റ്റുഡൻറ്റ് തന്നെ സ്റ്റുഡൻറ്റ് ഇൻവോൾവ് ആയിട്ട് അവരൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. വാട്ട് വി ക്യാൻ ഡു ഇസ് ഓർ വാട്ട് വി ക്യാൻ ഓഫർ ഇസ് ജസ്റ്റ് വി ക്യാൻ ഫെസിലിറ്റേറ്റ് ദ പ്രോസസ്, റൈറ്റ്. ബിക്കോസ് വി ഗോട്ട് ദാറ്റ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, റൈറ്റ്. അവരുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിലും മേ ബി ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ റിസർച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഹൗ ദേ കുഡ് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് യൂണിവേഴ്സിറ്റീസ് ഓർ ഹൗ കുഡ് ദേ ടേക്ക് ആൻ അപ്രോച്ച് ടു കണക്ട് വിത്ത് ദ റൈറ്റ് പ്രൊഫസേഴ്സ്, അങ്ങനെ വരുന്ന രീതിയിലേക്കുള്ള ഒരു സപ്പോർട്ട് സർവീസാണ് ആസ് ഓഫ് നോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം ആഡ് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു സിനാരിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ സ്റ്റൈപ്പൻഡ് ദേ ഓഫർ ഫോർ ദ പെയ്ഡ് PhD പ്രോഗ്രാംസ്. ഇപ്പോൾ യൂറോപ്പിലുള്ള പ്രോഗ്രാംസിനൊക്കെ എനിവെയർ ബിറ്റ്വീൻ 1500 to 3000 euros ഓഫർ ചെയ്യുന്നുണ്ട്, റൈറ്റ്. 1500 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1.6 lakhs 1.7 lakhs ആയി. ഇവിടെ ഒരു 1.7 rupees ജോബ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാർക്കല്ലേ കിട്ടുള്ളൂ പെർ മന്ത്. കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെവൽ ഓഫ് ക്വാളിറ്റി വേണമല്ലോ. So that is the level of quality they are expecting from PhD aspirants. അപ്പോൾ ഇത് എല്ലാവർക്കും ഞാനൊരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം എന്നാൽ പിന്നെ ഞാൻ PhD എടുത്ത് പോകാമെന്ന് നോക്കുന്ന ആൾക്കാർക്കല്ല ഈ ഒരു പ്രോഗ്രാം. ദാറ്റ് ആക്ച്വലി പീപ്പിൾ ഹാസ് ടു ഹാവ് എൻ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദിസ് വർക്ക്സ്, റൈറ്റ്. ആൻഡ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എൻ ഈസി വേ ഓൾസോ, റൈറ്റ്. മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ. നമുക്കൊരു പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വീൽ നോ ലൈക്ക് ഇന്ന യൂണിവേഴ്സിറ്റീസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ഇൻടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. PhD നമുക്ക് അങ്ങനെ ഒരിക്കലും ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ
before reaching to us, what I suggest is actually you should be knowing a detailed understanding of like, you know, where your what exactly, how strong is your profile. And also നമുക്ക് ഒരു after a detailed discussion what we can offer is like, you know, ഇതിനെ ഒന്ന് fast track ചെയ്യാൻ വേണ്ടിയിട്ട് or maybe ഒന്ന് boost ചെയ്യാൻ വേണ്ടിയിട്ട് what all input we can do from our process. And also I wanted to highlight and I wanted to be very transparent and clear over here, this is not a promise. Right, the service is not a promise. Like our master program, it is not at all a promise. നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് PhD കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. It's only a support service.